കാർ ഓടിത്തുടങ്ങിയതും ആമി സീറ്റിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചിരുന്നു. കുറച്ചു ദൂരം ഓടിയതും ഒരു മതിൽക്കെട്ടിനുള്ളിലേക്ക് ആ കാർ കടന്നു. മേഡം, സ്ഥലമെത്തി. ഡ്രൈവറുടെ വിളി കേട്ടാണ് ആമി കണ്ണുകൾ തുറന്നത്. അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അധികം പഴക്കമില്ലാത്ത ഒരു ഇരുനില കെട്ടിടം. അവൾ ആ വീടിനെ ആകെയൊന്ന് നോക്കി. പെട്ടെന്ന് ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഉമ്മറത്തേക്കൊരാൾ ഇറങ്ങി വന്നു. മേഡം, ഞാൻ മുരുകൻ. അയാൾ അവളെ നോക്കി കൈകൾ കൂപ്പി. ആ മുരുക, എന്തായി കാര്യങ്ങൾ? ആമി മുരുകൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല. സെഡേഷൻ്റെ മയക്കത്തിൽ നിന്നും ഉണരാൻ ഇനിയും സമയമെടുക്കും. എടുക്കട്ടെ, പരമാവധി എടുക്കട്ടെ. നമുക്ക് തിരക്കില്ലല്ലോ മുരുക. സാവധാനം ഉണർന്നാൽ മതി. ആമിയും ഡ്രൈവറും മുരുകനോടൊപ്പം അകത്തേക്ക് കയറിയതും ഉമ്മറവാതിൽ അടഞ്ഞു. മേഡം ഇരിക്കൂ. ഹാളിലെ സോഫയിലേക്ക് വിരൽ ചൂണ്ടി മുരുകൻ പറഞ്ഞു. ആമി സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് മുഖത്ത് വച്ചിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിച്ചു. ആ സമയത്താണ് അകത്തെ മുറിയിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നത്. ഇതെൻ്റെ വൈഫ് സീമന്തിനി. മുരുകൻ അവളെ ആമിക്ക് പരിചയപ്പെടുത്തി. ഓ, നമ്മുടെ മല്ലിക. ആമി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളും തിരിച്ചൊരു പുഞ്ചിരി കൈമാറി. മല്ലികയായി അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ സീമന്തിനിക്ക് ഭയം തോന്നിയിരുന്നോ? ഇല്ല മേഡം, ഞങ്ങൾ ഈ പണിക്ക് ആദ്യമായിട്ടല്ലല്ലോ ഇറങ്ങുന്നത്. സീമന്തിനിയുടെ നിർഭയമുള്ള സംസാരം ആമിക്ക് ഇഷ്ടപ്പെട്ടു. മേഡം ഉപയോഗിച്ച സിം എന്ത് ചെയ്തു? മുരുകൻ്റെ മുഖത്തേക്ക് ആമി അല്പനേരം നോക്കിയിരുന്നു. പിന്നെ അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ തയ്യാറായി. ആ സിം ഞാൻ അടുപ്പിലിട്ട് കത്തിച്ചു. കഴിഞ്ഞ വർഷം ആക്സിഡൻറ്റിൽ മരിച്ച പെൺകുട്ടിയാണ് മല്ലിക. അവളുടെ സിം കാർഡാണത്. എന്തന്വേഷണം വന്നാലും അതൊരിക്കലും എന്നിലേക്ക് വിരൽ ചൂണ്ടില്ല. എന്നാൽ മുരുകൻ ശ്രദ്ധിക്കണം, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? അത് കേട്ടതും മുരുകൻ ഒന്ന് ചിരിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് അല്ല മേഡം. ഇനി ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി എന്നും വരാം. കാരണം ലാസ്റ്റ് ഞാൻ പാർത്ഥസാരഥിയെ വിളിച്ച ശേഷം സിം ചെറിയൊരു നോക്കിയ ഫോണിലേക്ക് മാറ്റി. റോഡിലൂടെ ആ നിമിഷം പോയ ചരക്ക് ലോറിയുടെ ബാക്കിലേക്ക് ഞാനത് വലിച്ചെറിഞ്ഞു. അത് കർണാടകയ്ക്കോ മറ്റോ പോകുന്ന പാണ്ടി ലോറി ആയിരുന്നു. അപ്പോൾ നമ്മൾ സേഫാണല്ലേ? യെസ് മേഡം. കുറച്ചു കഴിഞ്ഞതും അകത്തു നിന്ന് വേറൊരാൾ ഇറങ്ങി വന്നു. അയാൾ ഉണർന്നിട്ടുണ്ട്. മേഡം ഇരിക്ക്, ഞാൻ പോയി നോക്കാം. അതും പറഞ്ഞ് മുരുകൻ അകത്തേക്ക് കയറിപ്പോയി. മുരുകൻ ചെല്ലുമ്പോൾ അകത്തെ ബെഡിൽ കെട്ടിയിട്ട നിലയിൽ കിടക്കുകയാണ് ദത്തൻ. അയാളുടെ കയ്യിലെ കെട്ടുകൾ പൊട്ടിക്കാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. മുരുകനെ കണ്ടതും ദത്തൻ രൂക്ഷമായി അവനെ ഒന്ന് നോക്കി. ആരാ നീ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ഇതുകൊണ്ട് നിനക്കെന്താ നേട്ടം? പണമാണോ നിന്റെ ലക്ഷ്യം? പറയടാ നായേ. ദത്തൻ കോപം കൊണ്ടലറി. മിസ്റ്റർ കൃഷ്ണദത്തൻ, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഈ കെട്ടുകൾ പൊട്ടിക്കാനോ ഇവിടെ നിന്ന് രക്ഷപ്പെടാനോ കഴിയില്ല. നിങ്ങൾ വലിക്കുന്ന ഓരോ വലിക്കും ശരീരത്തിലെ കെട്ടുകൾ മുറുകയല്ലാതെ ഒട്ടും തളരില്ല. ലാഘവത്തോടെ പറയുന്നവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കോപം കൊണ്ട് ജ്വലിച്ചു ദത്തൻ. ആരാണ് നീ? ധൈര്യമുണ്ടെങ്കിൽ എന്റെ കെട്ടഴിച്ചു വിടറാ. നേർക്ക് നേരെ നിന്ന് പൊരുതാൻ നമുക്ക്. ആരാ ജയിക്കുന്നതെന്ന് കാണാമല്ലോ. ഇത്രയും നാളും നീ ജയിച്ചില്ലേ ദത്ത? ഇനി നീ തോൽപ്പിച്ചവർ ജയിക്കട്ടെ. നിന്നെ ഞാൻ എന്നാണ് തോൽപ്പിച്ചത്? എന്ത് ദ്രോഹമാണ് ഞാൻ നിനക്ക് ചെയ്തത്? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുരുകൻ ചിരിച്ചു. എനിക്ക് നീ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ വെറും കൂലിക്കാരൻ മാത്രമാണ്. ജോലി ചെയ്യുന്നു, പണം വാങ്ങുന്നു, അത്രമാത്രം. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടിയാണ് നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? വിളിക്കിങ്ങോട്ട്. അയാളോട് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്കറിയണമല്ലോ. വിളിക്കാം, ഇപ്പോൾ തന്നെ വിളിക്കാം. മുരുകൻ ആമിയെ വിളിക്കാനായി തിരിഞ്ഞതും വാതിൽ കടന്ന ആമി ദത്തൻ്റെ അരികിലേക്ക് വന്നതും ഒപ്പമായിരുന്നു. കിടന്ന കിടപ്പിൽ അതാരാണെന്ന് ദത്തന് പെട്ടെന്ന് മനസ്സിലായില്ല. പാൻറ്റും ടീഷർട്ടും, മുഖത്ത് കൂളിംഗ് ഗ്ലാസും. മുടി മേലെ കെട്ടിവെച്ചത് കണ്ടപ്പോഴാണ് ഇതൊരു പെണ്ണാണോ എന്ന് ദത്തന് സംശയമുണ്ടായത്. ആമി ദത്തൻ്റെ നേർക്ക് തല താഴ്ത്തിക്കൊണ്ട് മുഖത്തെ കൂളിംഗ് ഗ്ലാസ് എടുത്തു. ഒരു നിമിഷം ദത്തൻ്റെ കണ്ണിലൊരു ആന്തലുണ്ടായി. ആമി, നീ ഇവിടെ? എന്താ മോളെ ഇതൊക്കെ? ഉള്ളിലെ ആന്തൽ അടക്കിക്കൊണ്ട് ദത്തൻ ആമിയോട് ചോദിച്ചു. ഞാൻ ആമിയാണെന്ന് ഏട്ടന് മനസ്സിലായി അല്ലേ? ഏട്ടൻ ഇതുവരെ കണ്ട ആമിയല്ല ഞാൻ. വർഷങ്ങളായി ഏട്ടൻ്റെ ക്രൂരതകൾ കണ്ട് പദം വരുത്തിയ ഹൃദയവുമായി നിൽക്കുന്നവളാണ് ഞാൻ. ഞാൻ അനുഭവിച്ചതിനെല്ലാം നിങ്ങൾ എണ്ണി എണ്ണി കണക്ക് പറയണം. അവളുടെ കണ്ണിലെ തീക്ഷ്ണത കണ്ട് ദത്തൻ്റെ ഉടലൊന്ന് വിറച്ചു. ആമി മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നിൽ നിന്നും നീ എന്തനുഭവിച്ചു? നിന്റെ ജീവിതം താളം തെറ്റിയെങ്കിൽ അതിനുള്ള കാരണം നീ തന്നെയല്ലേ? ആണോ? എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം ഞാനാണോ? നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ലേ? ആമി മോളെ, ഏട്ടൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിനക്ക് ദോഷം വരുന്നതൊന്നും ഈ നേരം വരെ ഏട്ടൻ ചെയ്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ തെറ്റ് എന്താണെന്ന് ഞാൻ പറയട്ടെ.
നിങ്ങളുടെ അനിയത്തിയായി ഞാൻ പിറന്നതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റ്. മറ്റുള്ളവർ എന്നെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ എന്നോട് സ്നേഹം അഭിനയിച്ചു. അത് ചെറുപ്പത്തിൻ്റെ ചാബല്യമായി കരുതാം. എന്നാൽ വളരുംതോറും നിങ്ങൾക്ക് എന്നോടുള്ള പക വളർന്നുകൊണ്ടേയിരുന്നു. നിങ്ങളെന്തിന് എന്നോട് പക കാണിച്ചു? നിങ്ങൾ പക കാണിക്കേണ്ടത് നമുക്ക് രണ്ടുപേർക്കും ജന്മം തന്നവരോടായിരുന്നു. അവരാണ് നമ്മെ വേർതിരിച്ച് കാട്ടിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ആരും കാണാതെ എന്നെ നുള്ളി നോവിച്ചിട്ട് ഓടിമറയുന്ന നിങ്ങളെ. എൻ്റെ കരച്ചിൽ കേട്ട് ഓടിവരുന്ന മറ്റുള്ളവർക്കൊപ്പം നിങ്ങളുമുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ അടക്കിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ തന്ന വേദന ഞാൻ മറക്കുമായിരുന്നു. വലുതായപ്പോൾ ഇത്തരം കുസൃതികളെല്ലാം നിങ്ങളിൽ നിന്നും മാഞ്ഞുപോയി. പകരം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു ഏട്ടനായി മാറി നിങ്ങൾ. അത് സത്യസന്ധമാണെന്ന് വിശ്വസിച്ച ഞാൻ വിട്ടി. നിങ്ങളിലെ ചെകുത്താൻ മറഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ജോണിച്ചായനെ ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ ആദ്യം അറിയിച്ചത് നിങ്ങളെയല്ലേ? അന്ന് നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? എൻ്റെ മോളുടെ സന്തോഷമാണ് ഈ ഏട്ടന് വലുതെന്ന് അല്ലേ? അച്ഛൻ എതിർത്താലും ഏട്ടൻ നടത്തിത്തരും മോളുടെ കല്യാണമെന്ന്, അങ്ങനെയല്ലേ പറഞ്ഞത്? ആ ഉറപ്പിലല്ലേ ഞാൻ ജോണിച്ചായനെ സ്നേഹിച്ചു തുടങ്ങിയത്. പറ്റില്ലെന്ന് ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മോഹം മുളയിലേ നുള്ളിക്കളയുമായിരുന്നില്ലേ? പകരം എനിക്ക് പച്ചക്കോടി കാട്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതൊന്നും അറിയാതെ എൻ്റെ ഏട്ടൻ്റെ വിശാല മനസ്സാലോചിച്ച് ഞാൻ അഭിമാനം കൊണ്ടു. ഞങ്ങൾക്കിടയിലേക്ക് പാർത്ഥസാരഥിയെ കടത്തിവിട്ടത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാത്തിൻ്റെയും തിരക്കഥ എഴുതി വച്ച് നിങ്ങൾ ഏട്ടത്തിയെയും അച്ചുവിനെയും കൂട്ടി ബിസിനസ് നടത്താനെന്ന പേരും പറഞ്ഞ് ദുബായിലേക്ക് പോയി. അവിടെ ഇരുന്ന് രഹസ്യമായി ചരട് വലിക്കാൻ. വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിൽ ജോണിച്ചായൻ ഉറച്ചു നിന്നപ്പോൾ ആ വിവരം അറിയിക്കാൻ വേണ്ടി എത്ര തവണ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. മൈസൂർക്കുള്ള ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്കിടയിൽ പാർത്ഥസാരഥിയും ഉണ്ടായിരുന്നു. അന്നുണ്ടായ സംഭവങ്ങളെല്ലാം അയാൾ ചെയ്യിച്ചതാണെന്നേ ഞാൻ കരുതിയുള്ളൂ. അതിൻ്റെ പിന്നിലെ എൻ്റെ ഏട്ടൻ്റെ കറുത്ത കൈകൾ തിരിച്ചറിയാൻ ഞാൻ വളരെ വൈകിപ്പോയി. കിതച്ചിട്ടെന്നോണം ആമി ഒന്ന് നിർത്തി. ദത്തൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുകയാണ്. ജോണിച്ചായൻ്റെ അറസ്റ്റും എൻ്റെ ഗർഭകാലവും എന്നെ ഒരുതരം മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞു മരിച്ചതും കൂടി അറിഞ്ഞതോടെ മാനസികമായി ഞാൻ ആകെ തളർന്നു. അന്നത്തെ ആ ഡിപ്രഷൻ ഭ്രാന്താണെന്ന് വരെ വരുത്തി തീർത്തു നിങ്ങൾ. ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറേണ്ട എൻ്റെ അസുഖം ഭ്രാന്തി എന്ന മുദ്ര കുത്തപ്പെട്ട് സ്ഥിരം മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു നിങ്ങൾ. ഞാൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കും. അതെല്ലാം ഒരു സഹോദരൻ്റെ ആകുലതകളായി കണ്ടു ഞാൻ. ഒരു വിവാഹം കഴിച്ച പാർത്ഥസാരഥിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ നടത്തിയ കളികളാണ് നിങ്ങളിലുള്ള എൻ്റെ ആദ്യത്തെ സംശയത്തിൻ്റെ വിത്ത്. എന്നാൽ പാർത്ഥസാരഥിയെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന അച്ഛൻ അതിന് സമ്മതിച്ചില്ല. കല്യാണം കഴിക്കാതെ എൻ്റെ മകൾ നിന്നു പോയാലും അങ്ങനെ ഒരുവൻ എൻ്റെ മകളെ കൊടുക്കില്ലെന്ന് അച്ഛനും പറഞ്ഞതോടെ നിങ്ങളുടെ കണ്ണിലെ വാശി ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞു. എന്നിലെ സംശയം വളർന്നപ്പോൾ ആ ഗുളികകൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തു. മാനസിക അസ്വസ്ഥതകൾ കൂട്ടാൻ വേണ്ടിയുള്ള മരുന്നുകളായിരുന്നു അത്. അതെ, ഞാനൊരു മുഴുത്ത ഭ്രാന്തിയാവണം എന്നതായിരുന്നു നിങ്ങൾക്ക് ആവശ്യം. പിന്നീട് ഒരിക്കൽ പോലും മാനസിക രോഗത്തിൻ്റെ ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല. അന്നു മുതൽ വല്ലാത്തൊരു സംതൃപ്തിയോടെ ഓരോ ഗുളികയും ഞാൻ എടുത്തു വയ്ക്കാൻ തുടങ്ങി. ഞാൻ കഴിച്ചിട്ടില്ല എന്നറിയുമ്പോൾ നിർബന്ധിച്ച് വായിലിട്ട് വെള്ളമൊഴിച്ചു തരുമായിരുന്നു നിങ്ങൾ. അതെല്ലാം ഞാൻ പല്ലിനിടയിൽ ഒളിപ്പിച്ചു വെച്ച് വെള്ളം മാത്രം ഇറക്കും. നിങ്ങൾ പോയാൽ ആ ഗുളിക അപ്പോൾ തന്നെ വായിൽ നിന്നെടുത്ത് മാറ്റിവെച്ച ഗുളികകളുടെ കൂട്ടത്തിൽ വയ്ക്കും ഞാൻ. പിന്നീടുള്ള ഓരോ ദിവസവും നിങ്ങളെ ഞാൻ സംശയത്തോടെ തന്നെ വീക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളോട് പക വീട്ടാനുള്ള ഒരവസരം കിട്ടുമെന്ന് കരുതി തന്നെ കാത്തിരുന്നു ഞാൻ. അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് അളകനന്ദ എത്തുന്നത്. ആ കുട്ടിയെ ആദ്യമായി കണ്ട നിമിഷമുണ്ടല്ലോ, എന്നിലെ രോമകൂപങ്ങളെല്ലാം ഉയർന്നു നിന്നിരുന്നു. ശരിക്കും അവളിൽ ഞാൻ എന്നെ തന്നെ കണ്ടു. അവൾ എൻ്റെ ആരോ ആണെന്ന് എൻ്റെ മനസ്സ് ആ നിമിഷം മുതൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. വല്ലാത്തൊരു വാത്സല്യം എന്നിൽ നിറയുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്നിലെ സംശയം തീർത്തു തന്നത് അമ്മയായിരുന്നു. അവൾ നിന്റെ ആരോ ആണ്, അത് നീ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ അമ്മയുടെ മുഖത്തു നിന്നും എനിക്ക് വായിച്ചറിയാൻ കഴിഞ്ഞിരുന്നു സത്യം അമ്മയ്ക്കറിയാമെന്ന്. പിന്നെ വേണുവും പറയാതെ പറഞ്ഞു അവളുമായി എനിക്കെന്തോ ബന്ധമുണ്ടെന്ന്. അവളുമായി 2 ദിവസം കഴിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ് ഞാനന്ന് അവരുടെ കൂടെ എറണാകുളത്തേക്ക് പോയത്. ആ 2 ദിവസം ഞങ്ങൾ ശരിക്കും അമ്മയും മകളുമായി. നിങ്ങളെ എന്നേക്കാൾ ഏറെ മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ, പൂജ. അവളാണ് ചിറ്റയുടെ കുഞ്ഞു മരിച്ചിട്ടില്ലെങ്കിലോ എന്നൊരാശയം എൻ്റെ മനസ്സിലേക്ക് വച്ചു തന്നത്. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞു മരിച്ചിട്ടില്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി ഞാൻ തുനിഞ്ഞിറങ്ങിയത്. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ നാട് കാണില്ലെന്ന് അച്ഛനോട് ഉറക്കെ പ്രസ്താവിച്ചതോടെ പാവം അച്ഛൻ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി.
എന്നിട്ടും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു അദ്ദേഹം. സ്വന്തം പേരക്കുട്ടിയോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉള്ള സ്വത്തിന്റെ പാതി അവൾക്കായി എഴുതി വെച്ചു. സ്വന്തമായി കണ്ട് കൂടെ നിർത്തേണ്ട വേണുവിനെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല. ദുഷ്ടത്തരം മുഴുവൻ ചെയ്തു വെച്ചു. ഇത്രയും ദിവസം ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? എനിക്കായി നിങ്ങൾ കരുതി വെച്ച ഗുളികകളെല്ലാം ഇന്ന് നിങ്ങളുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെ വേറൊരു മരുന്നും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ശരിക്കും നിങ്ങൾ അറിയും. അതുവരെ നിങ്ങൾ ഇവിടെയുള്ളത് ഒരു മനുഷ്യജീവി പോലും അറിയില്ല. ഈ 2 ദിവസം ഞാൻ നിങ്ങളെ കൊല ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിശ്രമ ജീവിതമാണ്. പെട്ടെന്നൊന്നും നിങ്ങളുടെ ആയുസ് എടുക്കില്ല ഞാൻ. ഇഞ്ചിഞ്ചായി ഈ ജീവിതത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പോലും പറയാൻ കഴിയാതെ കിടത്തും ഞാൻ. ആമിയിൽ നിന്നും മുതിർന്നു വീണ ഓരോ വാക്കുകളും ദത്തനെ പൊള്ളിക്കുന്നതായിരുന്നു.